പൂരം പൊടിപൂരമായി മാറിയിരിക്കുന്നു. പറഞ്ഞു വരുന്നത് തൃശൂർ പൂരത്തെക്കുറിച്ചാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തൃശൂർ പൂരം കെങ്കേമമായി വെടിക്കെട്ടോടുകൂടി ആന എഴുന്നള്ളിപ്പിലൂടി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ തമ്മിൽ നിരന്ന് നിന്നുകൊണ്ട് കുടമാറ്റവും ഒക്കെയായി ആരങ്ങ് കൊഴിപ്പിക്കണം ഒക്കെ സംഭവിച്ചു. പക്ഷേ അവിടെ കല്ലുകടി ഉണ്ടായി. തീരെ ചെറിയ കല്ലുകടിയല്ല, വെടിക്കെട്ടുൾപ്പെടെ പകൽ സമയത്ത്, പിറ്റേന്ന് പകൽ സമയത്ത് 7:30 മണി രാവിലെ നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു. ആ അവസ്ഥ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പൂരം കൂടി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂരം കൂടി നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട വിഷയമാണ്. ഓരോ ചെറു സംഭവവും, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ മണ്ഡലത്തിലും സംഭവിക്കുന്ന ചെറുതും വലുതുമായ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. പ്രത്യേകിച്ചും തൃശൂർ പോലെ ടൈറ്റ്ലി കോൺടെസ്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സുരേഷ് ഗോപി എന്ന BJP കാൻഡിഡേറ്റ്, സിനിമാ താരമായ സുരേഷ് ഗോപി വളരെ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന വിജയപ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള 2 സീറ്റുകളിൽ ഒന്ന് തിരുവനന്തപുരം തൃശ്ശൂരും. അതിൽ തൃശ്ശൂർ അത് എന്ത് വില കൊടുത്തും ഇപ്രാവശ്യം തൃശ്ശൂർ ഞാനിങ് എടുത്തിരിക്കും എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അതെടുക്കാൻ 2 കൂട്ടരും LDFും UDFും ഒരുപോലെ ഘടകം നിൽക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പോലീസ് സന്നാഹം ആവശ്യമാണ്. അത് നൽകുന്നത് സംസ്ഥാന സർക്കാരുമാണ്. ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെയാണ് പോലീസ് കമ്മീഷണറെയും പോലീസിന്റെ സേനാ വിന്യാസത്തെയും ഒക്കെ ആത്യന്തികമായി മുകളിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കേണ്ടത്. ഫീൽഡിലെ ചുമതല കമ്മീഷണർക്കായിരിക്കാം, പക്ഷെ ആ കമ്മീഷണർ കാട്ടിക്കൂട്ടിയ അബദ്ധങ്ങൾ വെറും അബദ്ധങ്ങളല്ല, ഹിമാലയൻ ബ്ലണ്ടേഴ്സ്. ആനയ്ക്ക് പട്ടയുമായി വരുന്നവനെ കയറ്റി വിടാതിരിക്കുക. ആന ജീവനുള്ള ഒരു ജീവിയല്ലേ. ആനയ്ക്ക് സമയത്തിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ ആന പിണങ്ങില്ലേ, ആന ഇടയില്ലേ? ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് ആനകൾ പാഞ്ഞു പോയാലുള്ള അവസ്ഥ ആലോചിക്കൂ. അതൊന്ന്. പിന്നെ എണ്ണയുമായി വരുന്ന, വിളക്ക് കൊളുത്താൻ എണ്ണയുമായി വരുന്നവനെ തടഞ്ഞു വെക്കുക, ആനയ്ക്ക് പിന്നെ മറ്റ് കാര്യങ്ങളിൽ തടഞ്ഞു വെക്കുക. ഇങ്ങനെ ആകപ്പാടെ അലങ്കോലപ്പെടുത്താൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്ന് ഒരു വിഭാഗം കരുതുന്നു. മറ്റൊരു വിഭാഗം കരുതുന്നത് ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് ഇടതുപക്ഷം പ്രതിരോധത്തിലാകും, മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകും, CPM-ഉം CPI-യും ഒക്കെ, അല്ലെങ്കിൽ VS സുനിൽകുമാർ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രതിരോധത്തിലാകും. കാരണം പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും കെടുകാര്യസ്ഥത അതെങ്ങനെയെങ്കിലും പരിഹരിക്കണം. ഫയർ ഫൈറ്റിംഗ്, ഡാമേജ് കൺട്രോൾ നടന്നിരിക്കണം. അതുകൊണ്ടാണ് CPI ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. CPI സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറിനെ രക്ഷിച്ചെടുക്കാനായി മന്ത്രി K. രാജൻ ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. പോലീസ് കമ്മീഷണർ പെട്ടെന്ന് തന്നെ കമ്മീഷണറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആ സേനാ വിന്യാസത്തിലെ പല ആളുകളെയും തന്നെ പുറത്താക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചു. ഇപ്പൊ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനാവില്ല. ഇതിനെല്ലാം ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡാമേജ് കൺട്രോൾ മെഷേഴ്സ് എടുക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഇനി ഇതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്നത്? തീർച്ചയായും ഇടതുപക്ഷം പ്രതിരോധത്തിൽ തന്നെയാണ്. മനഃപൂർവ്വമായി ഇടതുപക്ഷം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വച്ഛന്തമായി ഒരു പെരുന്നാൾ അല്ലെങ്കിൽ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പൂരം കാണാനും പങ്കെടുക്കാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ഗവൺമെന്റിൻ്റെതാണ്, ഭരിക്കുന്ന സർക്കാരിൻ്റെതാണ്, ഭരിക്കുന്ന മുഖ്യ രാഷ്ട്രീയ കക്ഷിയുടേതാണ്. അവിടെ പരാജയപ്പെട്ടാൽ എന്ത് സുരക്ഷയാണുള്ളത്? ഇടതുപക്ഷം കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ അധികാരത്തിൽ വന്നതിന്റെ പ്രധാന കാരണം കോവിഡ് കാലത്ത് ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. ശ്രീ പിണറായി വിജയനും ശ്രീമതി കെ കെ ശൈലജയ്ക്കും കഴിഞ്ഞു എന്നതിന്റെ ഒരു പോസിറ്റീവ് വോട്ട് കൂടിയായിരുന്നു കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മാൻഡേറ്റ്. ഇവിടെ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന കരുവന്നൂർ ബാങ്ക് ആയിക്കോട്ടെ, തൃശൂർ മേഖലയിലാണ് കരുവന്നൂർ ബാങ്ക് എന്ന് ഓർക്കണം. അതിന്റെ പ്രഭാവം ഏറ്റവും അധികം അലയടിക്കേണ്ടത് തൃശൂർ മണ്ഡലത്തിൽ തന്നെയാണ്. അത് നേരിട്ട് CPI പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പോലും CPIയുടെ കാൻഡിഡേറ്റിന് അത് ദോഷകരം തന്നെയാണ്. ശ്രീ പിണറായി വിജയനെതിരെ ഉണ്ടാകുന്ന കഠിനമായ ആന്റി പിണറായിസം അല്ലെങ്കിൽ പിണറായി വിരുദ്ധത അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാരം തീർച്ചയായും പ്രതിഫലിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് തൃശൂർ, മറ്റേത് മണ്ഡലം പോലെ തന്നെ. അങ്ങനെ വരുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക്
ആ തൃശ്ശൂർ അങ്ങ് എടുക്കാവുന്നൊരു സാഹചര്യമായോ എന്ന് കുറച്ചുപേരെങ്കിലും സന്ദേഹപ്പെട്ടു. പക്ഷെ കെ മുരളീധരൻ നല്ല മെയ്വഴക്കമുള്ള രാഷ്ട്രീയക്കാരനാണ്. കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശ്ശൂരിലേക്ക് നല്ല മെയ്വഴക്കത്തോടു കൂടി തന്നെ ഒളിഞ്ഞും തിരിഞ്ഞും വെട്ടിയും കയറിയും ഒക്കെ ശ്രീ കെ മുരളീധരൻ പറന്നിറങ്ങിയപ്പോ തന്നെ മണ്ഡലത്തിന്റെ ചിത്രമാകെ രാഷ്ട്രീയ ചിത്രമാകെ മാറി. ഓരോ പ്രസ്താവന ഏത് സമയത്ത് കുറിക്കൊള്ളുന്ന രീതിയിൽ നടത്തണമെന്ന് മറ്റാരും മുരളീധരനെ പഠിപ്പിക്കേണ്ടതില്ല. ബീൻ കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കെ മുരളീധരൻ ആഞ്ഞടിച്ചു. ഇത് BJPയും CPM-ഉം തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇവരെ ഒരുമിച്ച് കൂട്ടിക്കെട്ടാനായി ഉള്ള ഒരു ശ്രമമാണ്. കാരണം BJP വിരുദ്ധത, BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തെ വോട്ടുകൾ തന്നിലേക്ക്, കോൺഗ്രസിലേക്ക് സ്വാംശീകരിക്കാൻ കഴിയുമെന്ന് മറ്റാരെക്കാളും നന്നായി മുരളീധരൻ അറിയാം. അതുകൊണ്ട് ഇവിടെ മത്സരം BJP സ്ഥാനാർത്ഥിയും ഞാനും തമ്മിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനും BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും തന്നെയാണ് എന്ന് ഒറ്റ ആട്ടി അങ്ങോട്ട് അടിക്കുകയാണ്. അതോടെ ഇടതുപക്ഷത്തെ കുറച്ചുപേരുടെയെങ്കിലും ആത്മവിശ്വാസം, അല്ലെങ്കിൽ ഇടത് പിന്തുണക്കാരെ BJP വിരുദ്ധരായ ചിലരുടെയെങ്കിലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എങ്കിൽ ആ വോട്ടുകൾ ഒരിടത്തും പോകില്ല, മുരളീധരന്റെ കിറ്റിയിൽ വന്ന് വീഴും. ഈ സാമാന്യ ലോജിക്കാണ്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് PS സുനിൽകുമാറിനെ അത് വിശദീകരിക്കേണ്ട ഒരു ഗതികേടുമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഇതിൽ ഈ റൗണ്ടിൽ എനിക്ക് തോന്നുന്നത് ഭാഗികമായിട്ട് ചെറിയ തോതിലെങ്കിലും നേട്ടം കൈവരിക്കാനായത് ശ്രീ കെ മുരളീധരൻ തന്നെയാണ്. സുരേഷ് ഗോപി മനഃപൂർവ്വമായി എന്തായാലും ഇത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കില്ല. അല്ലെങ്കിൽ തന്നെ BJP ഒരു നേതാവിന് അല്ലെ BJPയുടെ സ്ഥാനാർത്ഥി വിചാരിച്ചാലൊന്നും പൂരം അലങ്കോലമാവില്ല. ആരും മനഃപൂർവ്വമായി ചെയ്തതല്ല എന്ന് പൂർണ്ണമായും സമിതിദായകർക്ക് അറിയാമെങ്കിലും ഇവിടെ സ്വതന്ത്രമായി, സ്വച്ഛന്തമായി, സമാധാനപരമായി പൂരം നടത്താനുള്ള ഒരു അന്തരീക്ഷം കളഞ്ഞു കുളിച്ചു. അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പോലീസ് കമ്മീഷണർ മുൻകാലത്തും ട്രാക്ക് റെക്കോർഡ് അത്ര നല്ലതല്ലാത്ത ഒരു പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുവെങ്കിൽ പോലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട്, അവിടുത്തെ മെയിൻ SIയെ വെച്ചുകൊണ്ടുള്ള ഭാഗ്യപരീക്ഷണം നടത്തരുതായിരുന്നു. അവിടെ ഇടതുപക്ഷത്തിനും മന്ത്രിസഭയ്ക്കും പിണറായി വിജയനും ഒക്കെ വീഴ്ച പറ്റി എന്ന് തന്നെയാണ് കാണുന്നത്. അതിന്റെ പ്രയോജനം ആർക്കാണ്? സുരേഷ് ഗോപിക്കാണോ ലഭിക്കുന്നത്, അതോ കെ മുരളീധരനാണോ ലഭിക്കുന്നത് എന്നത് ചിന്തനീയം.